ഹലോ. ഇന്ന് ദേ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോന്നു കേട്ടോ ഇവിടേക്ക്. അപ്പോൾ ദേ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്, ചേച്ചിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ദേ രാവിലെ തന്നെ പോന്നു. മോനിട്ടനെ ഭയങ്കര കളിയിലാണ് അവരുടെ കൂടെ. അപ്പോൾ അത് കഴിഞ്ഞ് കളിയൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് പിന്നെ ദേ വേഗം തന്നെ ചിക്കൻ കറി സെറ്റാക്കിയിട്ടാണ്. രാവിലെ തന്നെ ചിക്കൻ കറി വെച്ചു. പിന്നെ നമ്മുടെ ബീഫിനുള്ളത് ദേ ഇവിടെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ദേ ബീഫും വെന്ത് കഴിഞ്ഞ് ചിക്കനും വെന്ത് കഴിഞ്ഞ് ബീഫിനുള്ളത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മസാലയൊക്കെ വഴറ്റി അതിനകത്തേക്ക് ഇട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അടപ്പത്ത് വെച്ചിട്ടാണ്. പിന്നെ മോനോട്ടിന് പുട്ടും ചിക്കനും കൂടിയും കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇദ്ദേഹം വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മോനോട്ടിനും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും വന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കൂടെ ഇന്ന് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ കുറച്ച് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്. അപ്പോൾ അത് അലക്കാൻ വേണ്ടിയിട്ട് നിന്നു. വീട്ടിൽ നിന്ന് വന്നതുകൊണ്ട് അവിടെ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സും പിന്നെ ഇവിടെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് അലക്കാനുണ്ടായി. അപ്പോൾ ബീഫ് അടപ്പത്ത് വെച്ചിട്ട് അലക്കാൻ നിൽക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ അലക്കാൻ നിന്നത്. അങ്ങനെ അലക്കാൻ നിന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മോനോട്ടിനൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് പോയി ഒന്ന് നോക്കണുണ്ട് അവിടെ എന്തിട്ട് എടുക്കണ പരിപാടി എന്നൊക്കെ. അപ്പോൾ അവർ ഭയങ്കര കളിയിലാണ്. ഇന്ന് തന്നെ അവർ പോകും കേട്ടോ. അപ്പോൾ ഇത് രാവിലെ വന്നതുകൊണ്ട് തന്നെ ഒരു ഉച്ചയാവാൻ അലക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ അത് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. അതേ മാങ്ങ കറി വെച്ചിട്ടുണ്ടായി കേട്ടോ അമ്മ. അത് കഴിഞ്ഞ് ഞാൻ വേഗം സർലസും കൂടി റെഡി ആക്കിയിട്ടാണ്. അപ്പോൾ അത് റെഡി ആക്കിക്കൊണ്ടിരിക്കാൻ നോക്കിയപ്പോൾ ഉണ്ട് ദേ ഇവിടെ ഭയങ്കര കളിയിലാണ്. പെയിൻ്റ് അടിക്കണതിൻ്റെ ഇടയിൽ അവൾ ബുക്കിലാണ് പെയിൻ്റ് അടിക്കുന്നത്. പക്ഷെ അവൻ കാലുമേണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ബീഫ് കറി ഇവിടെ നല്ല മാതിരി സെറ്റായിട്ട് കൊണ്ടുണ്ടാകും. അപ്പോൾ ബീഫ് കറിയൊക്കെ വെന്തിട്ട് ഇനി എല്ലാവർക്കും ചോറൊക്കെ കൊടുക്കണം. ബീഫ് കറി വെന്തു. ഇനി ബീഫ് കറി ഇറക്കി എല്ലാവർക്കും ചോറ് കൊടുക്കണം. അതിനിടയിൽ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ ഐസ്ക്രീം മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐസ്ക്രീം ആർക്കും കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ കൈ പിടിച്ചുകൊണ്ട് കാട്ടാം. എല്ലാവരും മാറി മാറി ചോദിക്കുന്നുണ്ട്. ആർക്കും അവൻ കൊടുക്കാണ്ട് അവൻ തന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ്.